ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. പുണ്യ റമദാനിലെ മറ്റൊരു ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ എന്തായാലും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ റഫീക്ക സ്റ്റേഷനിലേക്ക് പോയിട്ടാ. അപ്പോൾ റഫീക്ക പോകുന്ന ആ ഒരു സമയത്താട്ടോ ഞാൻ എണീറ്റ് പിന്നെ കുറച്ച് സമയം ഒന്ന് ഫ്രഷായി ഇങ്ങനെ കുറച്ച് സമയം ഒന്നിരുന്ന് നമസ്കാരവും പിന്നെ ഓത്തുമായിട്ട് കുറച്ച് സമയം ഒരു അരമണിക്കൂറൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഒരു സമാധാനമാണ്. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള പണികളൊക്കെ തുടങ്ങുക. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ പ്രയറും കാര്യങ്ങളും അത് നമ്മളവിടെ ലോക്കാക്കി വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യം നമുക്ക് ഈസി ആവും കേട്ടോ. നമ്മൾ വിചാരിക്കും സമയമില്ലല്ലോ, ഒന്നിനും നേരമില്ല, അത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്ക് കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുന്ന പണികളിൽ ജോലിയിൽ സ്പീഡും വർക്കത്തും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിതാ ഇപ്പോൾ അടുക്കളയ്ക്ക് വന്നിട്ടുണ്ട്. അടുക്കളയൊക്കെ നമ്മൾ രാവിലെ പുലച്ചക്ക് ഫുഡ് കഴിക്കാനൊക്കെ എണീക്കൂലേ, ആ ഒരു സമയത്ത് തന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് ഫുൾ ക്ലീൻ ആക്കിയിട്ടു കേട്ടോ. ഫുൾ ക്ലീൻ ആക്കിയിട്ടിട്ടാണ് പോലുള്ളൂ. അപ്പോൾ പിന്നെ കിച്ചണിൽ വലിയ പണികളും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് നമ്മളെ നോമ്പ് തുറക്കാനുള്ള വൈകുന്നേരത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഒരു പ്ലാനിങ്, ചെറിയൊരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഈ ഒരു സമയത്ത് കിച്ചണിലുണ്ടാവും. ഒരു 10-15 മിനിറ്റ് അടുക്കളയിൽ നിൽക്കും. ഇന്നിപ്പോൾ എനിക്ക് ചെയ്യാനുള്ളത്, നമ്മൾ രാത്രി കഞ്ഞി കുടിക്കലുണ്ട് കേട്ടോ, തറാവി നമസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ അതിനുള്ള പയറും കാര്യങ്ങളൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചു. എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ചെറുപയർ, വൻപയർ, കടല, മുതിര, പിന്നെ 1 ടീസ്പൂൺ ഉലുവ, ഇത്രയും കഴുകിയിട്ടൊന്ന് വെള്ളത്തിലിട്ട് വെക്കും കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരം കുക്കറിലിട്ടിട്ട് വേവിക്കുകയാണ് ചെയ്യുക. ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പം അത് എത്ര കുതിർന്നാൽ അതിനനുസരിച്ച് വേഗം വെന്ത് കിട്ടുമല്ലോ, അതിനാണ് കേട്ടോ വേഗം വെള്ളത്തിലിട്ട് വെച്ചത്. പിന്നെ അന്നത്തേക്കുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങൾ ഒക്കെ ഒന്ന് എടുത്തിട്ട് പുറത്തേക്ക്, നമുക്ക് അങ്ങനെ തണുപ്പ് വേണ്ടല്ലോ, അതുകൊണ്ടാണേ. അപ്പോൾ ആവശ്യമുള്ള ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെ ഒന്നെടുത്ത് ഞാൻ ഈ സമയത്ത് പുറത്തെടുത്ത് വെക്കും കേട്ടോ. പിന്നെ അന്നത്തെ ദിവസത്തെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാനുണ്ടെങ്കിൽ അതിനുള്ള ചിക്കനോ ബീഫോ മീനോ അങ്ങനെ എന്താ വെച്ചാൽ അതും ഒന്ന് ക്ലീൻ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് ഫ്രീസറിലേക്ക്. പിന്നെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് പുറത്തേക്ക് വെക്കും കേട്ടോ, തണുപ്പൊക്കെ ഒന്ന് വിട്ടുവരാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പണികളാട്ടോ കിച്ചണിൽ ഉണ്ടാവുക. പുറത്ത് പിന്നെ നമുക്ക് പുറത്ത് മീൻസ് മുറ്റടിക്കണം, അതുപോലെ തന്നെ അകടിച്ചു വാരി ജസ്റ്റ് എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെക്കണം. തുടക്കാനുള്ള ദിവസം ഇന്ന് തുടക്കാനില്ല കേട്ടോ. അപ്പോൾ തുടക്കാനുള്ള ദിവസം ഒന്ന് തുടക്കണം. അങ്ങനെ പിന്നെ നോമ്പാകുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഓരോ ഏരിയ തുടക്കലുള്ളൂ കേട്ടോ. കിച്ചൺ പിന്നെ എന്നും നമ്മൾ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞ് അല്ലെങ്കിൽ ഫുഡെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കിച്ചണ് ഒന്ന് വൈപ്പ് ചെയ്ത് വിടും കേട്ടോ, വെറുതെ ഒന്ന് വൈപ്പ് ചെയ്തിടും. ഇതെന്താണെന്ന് അറിയാം, കുറച്ച് നമ്മൾ ഇന്നത്തെ ഡ്രിങ്കിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് കാഷ്യൂനട്ട് ആവശ്യമുണ്ടേ. അപ്പോൾ കുറച്ച് ഒരു 1/4 കപ്പെല്ലാം കാഷ്യൂനട്ട് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്ത സംഭവങ്ങൾ അപ്പോൾ അതിൻ്റെ ഉപയോഗം കഴിഞ്ഞ് എടുത്ത ഭാഗത്തേക്ക് തന്നെ തിരിച്ചെടുത്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ. എന്നാലും നമുക്ക് റമദാനിലായാലും ഒന്നിച്ചൊരു ഭയങ്കരമായിട്ടുള്ളൊരു പണി ഉണ്ടാവില്ല കേട്ടോ. പണി പെട്ടെന്ന് തീർക്കാൻ വേണ്ടി നമുക്ക് പറ്റും. കിച്ചണിൽ നിൽക്കുന്ന സമയത്ത് വേഗം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും ഓരോന്നോരോന്ന് മാറി ചെയ്യാനും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എടുത്ത സാധനം തിരിച്ചെടുത്ത് വെക്കുക, അങ്ങനത്തെ എല്ലാം. അതുപോലെ തന്നെ എന്തെങ്കിലും പാത്രങ്ങൾ കഴുകാൻ അത് അപ്പം തന്നെ കഴുകി ഒഴിവാക്കുക. അത് ഫുൾ ഒന്നിച്ചെല്ലാം കഴിഞ്ഞിട്ട് കഴുകുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടാണ്ടിരിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഞാൻ അപ്പോൾ കഴുകി മാറ്റുകയാണ് ചെയ്യാം. പിന്നെ ഈ പഴം നമുക്കിന്ന് ആവശ്യമുണ്ട്, സ്നാക്കിന് ആവശ്യമുണ്ട്. അപ്പം ഞാനിവിടെ നിന്നപ്പോൾ വലിയ പണിയൊന്നുമല്ല ഇത് കട്ട് ചെയ്യൽ, 2 പഴം കട്ട് ചെയ്യൽ. പക്ഷേ നമ്മൾ വൈകുന്നേരം എല്ലാം ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ ഇതൊക്കെ ഒരു വലിയ പണിയായിട്ട് തന്നെ മാറും. ജസ്റ്റ് ഒരു ജ്യൂസ് അടിക്കൽ വരെ നമുക്കപ്പോൾ ആരെങ്കിലും ഒന്ന് ചെയ്ത് തന്നെങ്കിൽ എന്ന് വിചാരിക്കൂലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അത് കണ്ടപ്പോൾ ഒന്ന് അരിഞ്ഞു വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ അടുത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ വേസ്റ്റ് കാര്യങ്ങൾ നമ്മൾ അവിടെ കൗണ്ടർ ടോപ്പിൽ ഇടാതെ എന്തെങ്കിലും ഒരു പാത്രം, ഒരു വേസ്റ്റ് പാത്രമോ അല്ലെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിലൊക്കെ ആക്കിയിട്ട് അങ്ങനെ അതപ്പം തന്നെ ഓരോന്നാക്കുന്നതും അപ്പം തന്നെ ആ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്നിച്ച് കൊണ്ട് കളയുക. അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പും അല്ലെങ്കിൽ താഴെ ഫ്ലോറിലിട്ടാലും അതൊക്കെ കിച്ചൺ മോശമാവാൻ നമ്മളെ പണി ഇരട്ടിയാവും. അപ്പോൾ അതിന് ശേഷം അകൊക്കെ ഒന്ന് അടിച്ചു വാരി ഒതുക്കി പെറുക്കി വെച്ചു, മുറ്റൊക്കെ അടിച്ചു. അതിന് ശേഷം കുളി കഴിഞ്ഞു, ഫ്രഷായി. പിന്നെ ഞാൻ അസ്ര നമസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കിച്ചണിലേക്ക് ഇപ്പോൾ വരുന്നത്. ഒരു
10-10:30 ഒക്കെ ആകുമ്പോഴത്തേക്കും എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിയലുണ്ട് കേട്ടോ. അങ്ങനത്തെ പണികളൊക്കെ കഴിയും. അത്രയല്ലേ നമുക്ക് നോമ്പിന് വലിയ പണിയും കാര്യം വേറൊരു എക്സ്ട്രാ പണിയിലേക്ക് നമ്മൾ പോകുന്നില്ലല്ലോ. അതുകൊണ്ടാണേ പണ്ടൊക്കെ ഞാൻ ഒരു 5 മണിക്ക് ശേഷമൊക്കെ കിച്ചണിലേക്ക് വരുള്ളൂ കേട്ടോ. പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ വീഡിയോ എടുക്കലും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഈ ഒരു സമയത്ത് തന്നെ വരുന്നത്. കാരണം ഇതിന് നമുക്ക് എക്സ്ട്രാ എന്താ പറയുക, നമ്മളൊരു മണിക്കൂർ ചെയ്യേണ്ട കാര്യങ്ങൾ 2 മണിക്കൂർ നമുക്ക് ആവശ്യമുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ കിച്ചണിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമുക്ക് സ്നാക്കിന് വേണ്ടിയിട്ട് മൈദ ഒന്ന് കുഴച്ച് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം അത് ചെയ്യുന്നത്, അത് നമ്മൾ ഏകദേശം 1 മണിക്കൂറെങ്കിലും ഒന്ന് കുഴച്ച് വെക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈസ്റ്റ് ഇട്ട് പൊങ്ങാൻ വേണ്ടിയിട്ടൊന്നല്ല, വെറുതെ മൈദയും അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1-2 ടീസ്പൂൺ ഓയിലും അതും കൂടെ ചേർത്തിട്ട് ഒന്ന് കുഴച്ച് വെക്കാം. നമ്മൾ ചപ്പാത്തിക്കൊന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടി കുഴച്ച് വെക്കൂലേ, അതുപോലെ ഒന്ന് ആ ഒരു ഡോ ഒന്ന് സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ കുഴച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെക്കാനാണേ. അപ്പോൾ അത് ഒന്ന് കുഴച്ചെടുക്കട്ടെ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കില്ലേ, അത്രയും ഗ്യാപ്പിൽ നമുക്ക് വേറെയുള്ള പണികളൊക്കെ ചെയ്യാം. ഇപ്പം ഞാൻ ഇപ്പോൾ ഈ പ്രാവശ്യത്തെ റമദാനിന് ആദ്യം ചെയ്യുന്നത് നമ്മൾ ജ്യൂസ് അടിക്കൽ, ഷെയ്ക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനത്തെ റെഡിയാക്കി വെക്കുക, ഫ്രൂട്ട് സലാഡ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ ലാസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ ഫസ്റ്റ് ചെയ്യൽ കേട്ടോ. എന്നും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇന്ന് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ടതുകൊണ്ട് അങ്ങനെ നമ്മൾ ഓരോന്നിങ്ങനെ ഓരോന്ന് ടൈമിങ്ങിനനുസരിച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഉണ്ടല്ലോ, അപ്പോൾ അത്രയും നമ്മൾ പിന്നെ വെയിറ്റ് ചെയ്യണ്ടല്ലോ. അതുകൊണ്ടാണ് ആദ്യം അത് ചെയ്തു വെച്ചത് കേട്ടോ. അപ്പോൾ അതവിടെ റെസ്റ്റ് ചെയ്യട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് ഇന്നത്തെ ഫ്രൂട്ട് സലാഡിനുള്ളതും ജ്യൂസിനുള്ള കാര്യങ്ങളും ഒക്കെ നോക്കാം. അപ്പം ഞാൻ എൻ്റെ കയ്യിലിതാ കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ടുണ്ടേ. ചെറിയ പഴമല്ലേ, ചെറുപഴം, അതെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റോബസ്റ്റ് പഴം എടുക്കാം, നേന്ത്രപ്പഴം എടുക്കാം. അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് കേട്ടോ. എന്തൊക്കെ ഫ്രൂട്ടാണോ ഉള്ളത് അതൊക്കെ എടുക്കാം. പേരക്ക എടുത്തിട്ടുണ്ട്, ആപ്പിൾ എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ബ്ലാക്കും ഗ്രീനും ഗ്രേപ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കൂടെ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് കട്ട് ചെയ്യും. കുറച്ച് മതി കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും 1-2 ഫ്രൂട്ടാണെങ്കിലും അത് മതി കേട്ടോ. നമ്മൾ കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന അങ്ങനത്തെ ഫ്രൂട്ടില്ല, അതിൽ 1-2 ഉണ്ടെങ്കിൽ അത് മാത്രം മതി കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുക്കട്ടെ. എത്രയായാലും ഇല്ലേ, ഈ ഫ്രൂട്ട് സലാഡിന് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായി പോകും. എങ്ങനെയാണ് പിന്നെ എന്തായാലും നമ്മൾ ഫ്രൂട്ട്സ് പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെക്കൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഫ്രൂട്ടായിട്ട് കഴിക്കുക. അപ്പോൾ ഇതാ ഞാനെല്ലാം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇതാ ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് നട്ട്സ് എന്താണെങ്കിലും നമ്മൾ പീനട്ടോ അതുപോലെ തന്നെ കാഷ്യൂനട്ടോ ബദാമോ എന്താണോ നമ്മൾ കയ്യിലുള്ളത് അത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. ഒന്ന് കുത്തി പൊട്ടിച്ചിട്ട് അങ്ങനെ ഇട്ടാൽ മതി. അല്ലെങ്കിൽ മിക്സിയുടെ ജാലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകണ്ട കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പം അത് ചേർത്ത് കൊടുത്തു. പിന്നെ ഞാൻ ചേർത്ത് കൊടുത്തത് നമ്മളെ ഈത്തപ്പഴമല്ലേ, മധുരത്തിന് പകരം ഞാൻ ഈത്തപ്പഴ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു 5-6 ഈത്തപ്പഴം, അത് തന്നെ മധുരം ഉണ്ടാവുമേ. ഈ ഹാർഡായിട്ടുള്ള ഈത്തപ്പഴമാണെങ്കിൽ തിളച്ച വെള്ളത്തിൽ ഇട്ട് വെക്കുക കേട്ടോ. എന്നിട്ട് അരച്ച് പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതായിരുന്നേ, അതുകൊണ്ട് എനിക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കേണ്ട ആവശ്യമേ വന്നിട്ടില്ല. അപ്പോൾ അങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്രൂട്ട് സലാഡിൻ്റെ ബാക്കി ഒരു മാങ്ങേൻ്റെ പകുതി എടുത്തില്ലേ, ആ ബാക്കി പകുതി മാങ്ങേൻ്റെ അതാണ് കേട്ടോ പേസ്റ്റ് ആക്കിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തത്. പിന്നെ കുറച്ച് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് എന്തായാലും തിക്കായിരിക്കും, അതുകൊണ്ട് കുറച്ച് പാൽ. ഞാനിതിലേക്ക് ഇന്ന് ചിയാ സീഡും കാര്യങ്ങളൊന്നും ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. പാല് ആവശ്യത്തിന് ലൂസും കൺസിസ്റ്റൻസി നിങ്ങൾ നോക്കുക, അതിനനുസരിച്ച് പാല് ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ ഇവിടെ കാച്ചി വെച്ച പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചിട്ട് ആ ഒരു ഇത് കറക്റ്റ് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മധുരത്തിന് പകരം മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. അപ്പോഴൊക്കെ ഭയങ്കര ടേസ്റ്റാണ്, ഒരു ക്രീമി ടേസ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ ഞാനൊരു ഹെൽത്തി രീതിയിൽ ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് മിൽക്ക് മെയ്ഡും അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും ഒക്കെ ചേർത്തിട്ട് തന്നെ റിച്ച് ആക്കിയിട്ട് മാറ്റാം കേട്ടോ. പിന്നെ ഞാൻ മാങ്ങ ചേർത്ത് കൊടുത്തത് നിങ്ങൾക്ക് വേറെ ഏത് ഇതുപോലെ പൾപ്പാക്കിയിട്ട് ചേർക്കാൻ പറ്റുന്ന ഏത് ഫ്രൂട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. സ്ട്രോബെറി അങ്ങനത്തതൊക്കെ അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇന്നത്തെ ഡ്രിങ്ക് നമ്മൾ കാഷ്യൂനട്ട് വെച്ചിട്ടുള്ള ഡ്രിങ്ക് ഇല്ലേ, അതാണ്. അപ്പോൾ അതിലേക്ക് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള കാച്ചിയ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കാഷ്യൂനട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുത്തില്ലേ, പേസ്റ്റ് ആക്കിയിട്ട് പിന്നെ ഞാൻ ആ ജാറൊക്കെ കഴുകിയ വെള്ളം കൂടെ ആണ് കേട്ടോ. അതും ഒഴിച്ചു കൊടുക്കുക. പിന്നെ നമ്മുടെ സാബുനരിയില്ലേ, അത് വേവിച്ചിട്ട് ഒരു 2 ടീസ്പൂൺ അത്രയൊക്കെ മതി കേട്ടോ. 2-3 ടീസ്പൂൺ അത് ചേർത്ത് കൊടുത്തു. വേവിച്ചിട്ട് ഒന്ന് ഊറ്റിയെടുത്താൽ മതി കേട്ടോ. അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കൂടുതൽ ചേർക്കണമെങ്കിൽ കൂടുതൽ ചേർക്കുക, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. പക്ഷേ ഈ ഒരു ക്വാണ്ടിറ്റിയാണ് കേട്ടോ നല്ലത്, നമുക്ക് വേഗം കുടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കയ്യിലുള്ള എന്താണോ ഫ്രൂട്ട്സ് ഉള്ളത് അതൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ച് ക്യാരറ്റും കൂടെ ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തേ. പിന്നെ ഇതിലേക്ക് ഞാൻ മധുരത്തിനായിട്ട് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ 1-2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു.
നിങ്ങൾക്ക് മധുരം വേണ്ടെങ്കിൽ ചേർക്കേണ്ട കാര്യമില്ല. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ കുറച്ച് ഒന്നുകൂടെ ഒരു ഹെൽത്തി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈത്തപ്പഴം അതില്ലേ, അത് അരച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് അങ്ങനെ ചേർത്ത് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ അത് സെറ്റായിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇല്ലേ തണുപ്പിച്ചിട്ട് കുടിക്കുന്നവർ ഇഷ്ടമാണെന്നെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം കേട്ടോ. നമുക്കിവിടെ തണുപ്പ് വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ഫ്രിഡ്ജിലേക്കൊന്നും വെച്ച് കൊടുത്തിട്ടില്ല, അപ്പുറത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത് സാധാ നമ്മൾ കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് ലെമണ്, അതുപോലെ തന്നെ മിൻറ്റ്, ഇഞ്ചീൻ്റെ പീസ്, പിന്നെ ഓറഞ്ച് ഇതുപോലെ കട്ട് ചെയ്തത് ഇത് ചേർത്ത് കൊടുത്തിട്ടുള്ള നമ്മൾ കുടിക്കുമ്പോഴല്ലേ ഈ പ്ലെയിൻ വാട്ടർ കുടിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റ് ആട്ടോ വെള്ളം. ചെറിയൊരു പുളിപ്പും ആ ഒരു മിൻറ്റിൻ്റെ ഫ്ലേവറും ഇഞ്ചീൻ്റെ ഫ്ലേവറും നാരങ്ങേൻ്റെ ടേസ്റ്റും ഒക്കെ കൂടെ ആയിട്ട് നല്ല ടേസ്റ്റുള്ളൊരു ഡ്രിങ്ക് ആട്ടോ. നമുക്കത് ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാനവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോമ്പ് തുറക്കാനൊക്കെ ആകുമ്പോഴത്തേക്കും ആ വെള്ളത്തിലേക്ക് അതിൻ്റെ ആ ഒരു ഇതൊക്കെ ഇറങ്ങി നല്ലതാട്ടോ. നമ്മൾ വയറിനും നല്ലതാണ്, അതുപോലെ തന്നെ നമ്മൾ സ്കിന്നിനൊക്കെ ഭയങ്കര നല്ലതാണ്. ഇനി നമ്മൾ സ്നാക്സിന് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ പീസസും അതുപോലെ തന്നെ ചെറിയ സവാളേൻ്റെ പകുതി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ജീരകത്തിൻ്റെ പൊടി, ഉപ്പ്, കുറച്ച് സോയാ സോസ്, ഒരു 1.5 ടീസ്പൂൺ സോയാ സോസ് ഇതും കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. ഭയങ്കര പേസ്റ്റ് അല്ല, എന്നാലും ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുക. അപ്പോൾ നമ്മളെ മൈദേൻ്റെ ആ ഒരു ഡോ അല്ലേ, അത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കുന്നത് ഞാൻ പേര് പറഞ്ഞിട്ടില്ല, മോമോസാണ് കേട്ടോ, ചിക്കൻ മോമോസാണ്. നോമ്പ് തുറക്കുമ്പോഴല്ലേ നമുക്ക് കഴിക്കാൻ പറ്റിയിട്ടില്ല, അടിപൊളി സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കുന്നൊരു രീതിയും കൂടാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു മൈദമാവെന്ന് ഒരു ഭാഗം ഒന്ന് എടുത്തിട്ട് കുറച്ച് പൊടിയിട്ടിട്ട് ഒന്ന് പരത്തി കൊടുക്കുക. ഒരുപാട് നൈസാകരുത്, ഒരുപാട് കട്ടിയും ആവരുത് കേട്ടോ. ഇതിൽ കാണിക്കുന്ന ഇതുപോലത്തെ ഈ ഒരു കട്ടിയിൽ ഒക്കെ ആക്കിയിട്ട് എടുത്താൽ മതി. ഒരുപാട് കട്ടിയായി പോരുത് കേട്ടോ, കാരണം ഇതിനൊരു ഹാർഡായിട്ട് പോവും. അങ്ങനെ ചെയ്യരുത്. ഒരുപാട് തിന്നായി കഴിഞ്ഞാൽ പൊട്ടിയിട്ടും പോവും. പിന്നെ എന്തെങ്കിലും ഒരു കൊപ്പീൻ്റെ അടപ്പോ ഗ്ലാസ്സോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഈ ബാക്കിയുള്ള മാവ് നമുക്ക് പരത്തിയിട്ട് എടുക്കാം കേട്ടോ. ഇതുപോലെ തന്നെ മാവ് തീരുന്നവരെ അല്ലെങ്കിൽ മസാല തീരുന്നവരെ നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഈ മസാല നമുക്ക് ഈ ഒരു മൈദേൻ്റെ നമ്മൾ മുറിച്ചിട്ടുള്ള ഈ മൈദാൻ്റെ ഷീറ്റില്ലേ അതിൻ്റെ ഉള്ളിലേക്ക് കൊള്ളുന്ന പാകത്തിനുള്ള ചിക്കൻ വെച്ച് കൊടുക്കുക. ചിക്കൻ നമ്മൾ വേവിക്കൊന്നും ചെയ്തിട്ടില്ല, നമ്മൾ വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരുപാട് സ്പൈസസും കാര്യങ്ങളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് ചിക്കൻ വെച്ചതിന് ശേഷം കുറച്ച് മല്ലിയില അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അതിൽ കൊള്ളുന്ന ആ ഒരു പാകത്തിന് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ അതിൻ്റെ സൈഡിലേക്ക് വക്കിലേക്ക് ആക്കരുത് കേട്ടോ, കാരണം ഇങ്ങനെ അടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അറിയില്ല അട ഇങ്ങനെ ഫില്ലാക്കുന്ന അറിയില്ല, അതുപോലെ തന്നെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് മോമോസ് ഇല്ലേ പല രീതിയിലും ഷേപ്പ് ആക്കുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ആക്കുക. ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതുപോലെ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കുക. ഇതാകുമ്പോൾ എല്ലാവർക്കും എളുപ്പമാണ്, നമുക്കായാലും ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കലും നടക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്താലും മതി കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ആ രീതിയിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുത്തോ, ടൈമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തെടുക്കുക. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ഞാനിപ്പോൾ പറഞ്ഞതുപോലെ എല്ലാം ഒന്ന് ചെയ്തിട്ടെടുക്കട്ടെ കേട്ടോ. അപ്പോൾ നിങ്ങൾ ചിക്കൻ പച്ചയാണല്ലോ വെച്ച് കൊടുക്കുന്നത്, ഇത് വേവുമോ എന്നുള്ള സംശയമൊന്നും വേണ്ട കേട്ടോ. ഉണ്ടാക്കിയിട്ടുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുമായിരിക്കും. എന്താ പറയുക, നമ്മൾ പാനിപ്പൂരി എന്നൊക്കെ പറയില്ല, അത് എന്താ പറയുക, ആ ഒരു വൈബൊക്കെ തരുന്നൊരു സംഭവമാണ് കേട്ടോ ഇതും. ആ ടേസ്റ്റ് നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ച് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സംഭവം കൂടിയാണ്. അപ്പോൾ എല്ലാം ഞാൻ ഈ രീതിയിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ആവിച്ചെമ്പ് വെച്ചിട്ട് അടിയിൽ വെള്ളം ഉണ്ട് കേട്ടോ. അപ്പോൾ ആവി വരുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുക. മുകളിൽ അട വേവിക്കുന്ന പോലെ വേവിച്ച് കൊടുക്കുക. ചിക്കൻ വേവാനുണ്ട്, ഒരു 10-15 മിനിറ്റ് ഒക്കെ മതിയാവും കേട്ടോ. ഒന്ന് വെന്ത് വരട്ടെ. നമുക്ക് അതിലേക്കൊരു ഒരു സോസ് ഉണ്ടാക്കണം. അതിനായിട്ട് 2 തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2-3 അല്ലി വെളുത്തുള്ളി അങ്ങനെ തൊലി കളഞ്ഞിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ കാശ്മീരി ചില്ലിയാണ് ഇട്ട് കൊടുത്തത്. നമ്മൾ ഉണക്കമുളക് അത് ഏതായാലും കുഴപ്പമില്ല, നിങ്ങളെ എരിവിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പോഴത്തേക്കും എൻ്റെ മോമോസ് എല്ലാം നല്ല വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഒട്ടിപ്പിടിക്കലും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അത് വേവുന്നതിനനുസരിച്ച് നല്ല സ്റ്റിഫായിട്ട് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ നല്ല പെട്ടെന്ന് എടുക്കാനൊക്കെ കിട്ടും കേട്ടോ. എന്നാൽ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അപ്പോൾ എല്ലാം വെന്ത് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ പരിപാടി കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ തീരുന്നതുമാണ്, എന്നാൽ എണ്ണയും ഒന്നും യൂസ് ചെയ്യാതെ ചെയ്യുന്നൊരു സ്നാക്കും അല്ലേ.
പക്ഷേ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത് കഴിക്കും, നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാനായിട്ട്. പിന്നെ എൻ്റെ ആ തക്കാളീൻ്റെ മിക്സ് വെന്ത് വന്നപ്പോൾ ഞാൻ തക്കാളീൻ്റെ കുരുവില്ലേ, അല്ല സോറി, തക്കാളീൻ്റെ തൊലിയില്ലേ, അതങ്ങ് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇനി എടുത്ത് കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാനിലേക്ക് കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് പഴം, നേരത്തെ കട്ട് ചെയ്ത പഴമല്ലേ, 2 പഴം ഞാൻ എടുത്തിട്ടില്ല. ഇത് വേറൊരു സ്നാക്സിന് വേണ്ടിയിട്ടാണ്, ഒരു പഴം റോള് അതിന് വേണ്ടിയിട്ടാട്ടോ. അതിട്ട് കൊടുത്തിട്ട് പഴം ഇതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് എടുക്കുക, ഒന്ന് വാട്ടിയിട്ടെടുക്കുക. പിന്നെ ചെറുതായിട്ട് വാട്ടി വന്നതിന് ശേഷം കുറച്ച് പഞ്ചസാര, ഒരുപാട് വേണ്ട, കുറച്ച് പഞ്ചസാര ചേർത്ത് ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ്, അപ്പോൾ പെട്ടെന്ന് സോഫ്റ്റായിട്ട് വരും കേട്ടോ. ഭയങ്കരമായിട്ട് ഉടയണ്ട, എന്നാലും ഒന്നിങ്ങനെ ഒതുങ്ങി കിട്ടണം അങ്ങനെ. പിന്നെ അതങ്ങ് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ഒരു എഗ് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഓയിലൊന്നും ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. ഒന്നിങ്ങനെ ആറി വരുമ്പോൾ ഇങ്ങനെ ഇളക്കി ഇളക്കി എടുത്താൽ മതിയേ. റെഡി ആയതിനു ശേഷം ഈ ഒരു പഴത്തിൻ്റെ മിക്സിലിട്ട് ഒന്നുകൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് എടുക്കുക. കഴിഞ്ഞ വീഡിയോയിൽ ആരോ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, കമൻറ്റിൽ കണ്ടിട്ടുണ്ടായിരുന്നു പഴവും എഗ്ഗൊക്കെ വെച്ചിട്ടുള്ള സ്നാക്സ് കാണിക്കണേന്ന് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതന്നെ ആയിക്കോട്ടെ, എന്നാൽ വെറൈറ്റി സ്നാക്സും ആണേ, നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് പറ്റും. പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് തീർക്കാനായിട്ടുള്ള പഴമുണ്ട്, അത് കേടുവരല്ലോ എന്ന് ഓർത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒരു സ്നാക്സ് ഇതന്നെ ആക്കിയതാണ്. ഇനിതാ സമൂസ ഷീറ്റ് എല്ലാവരും എടുത്തുണ്ടാവില്ലേ, അതെടുക്കുക, ഇതുപോലെ വീഡിയോ കാണുന്ന പോലെ ഒന്ന് റോൾ ചെയ്യുക. അത് ആ ഒരു മസാല അവിടെ സെറ്റായിട്ട് നിന്നോളൂ കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമൊന്നുമില്ല. പിന്നെ സൈഡത്തെ ഗ്യാപ്പ് അതൊന്നും നോക്കണ്ട, അതവിടെ മസാല പുറത്തേക്ക് വരുമൊന്നുമില്ല കേട്ടോ. പഴത്തിൻ്റെ ആ ഒരു മിക്സ് പുറത്തേക്കൊന്നും വരില്ല. പിന്നെ എൻ്റെ ഭാഗം കുറച്ച് മൈദ ഇതുപോലെ ആക്കിയിട്ട് ഒരു പേസ്റ്റ് ആക്കിയിട്ട് ഒന്നിങ്ങനെ റോൾ ചെയ്ത് കൊടുക്കുക, അപ്പോൾ അതവിടെ കറക്റ്റായിട്ട് ഒട്ടി നിന്നോളും. പിന്നെ ഇനി നിങ്ങൾക്ക് സമൂസ ഷീറ്റ് ഇല്ലെങ്കിൽ മൈദേൻ്റെ ദോശ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ചിക്കൻ റോളൊക്കെ ആക്കൂലേ, അതുപോലെ ചെറുത്, ഒരുപാട് വലുതാവരുത്, പഴമാകുമ്പോൾ ഒരുപാട് വലുത് ടേസ്റ്റ് ഉണ്ടാവില്ല. ചെറുതാക്കിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ടെടുക്കുക. ചിക്കൻ റോളിൻ്റെ ആ ഒരു ഇതിലേക്കൊന്ന് മടക്കിയെടുത്തിട്ടും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. സമൂസ ഷീറ്റ് ഇല്ലെങ്കിൽ മാത്രം, ഉണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്തെടുക്കണം കേട്ടോ, അതാണ് നല്ല ടേസ്റ്റ് കൊടുക്കുക. നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും കേട്ടോ, ഉള്ളിൽ നല്ല പഴത്തിൻ്റെ നല്ല ഫില്ലിങ്ങും ഒക്കെ ആയിട്ട് അടിപൊളിയാണ്. ഒരുപാട് പഴം ഇതിൻ്റെ അങ്ങനെ ഒരുപാട് പഴം വെക്കാൻ പറ്റില്ല, പാകത്തൊരു അളവേ നമുക്കിങ്ങനെ റോൾ ചെയ്യുമ്പോൾ വെക്കാൻ പറ്റുള്ളൂ, അപ്പോൾ അത്ര തന്നെ മതി കേട്ടോ. ആ സൈഡ് ഗ്യാപ്പ് നിങ്ങൾ പ്രശ്നമാക്കണ്ട. അപ്പോൾ ഇതായെല്ലാം ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് ഫ്രൈ ചെയ്യണം. അതിൻ്റെ മുമ്പ് ഞാൻ എൻ്റെ കഞ്ഞിക്കുള്ള സംഭവങ്ങളൊന്ന് കുക്കറിലേക്ക് ഇടട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ആ കുതിർത്ത് വെച്ച പയറുകളില്ലേ, അതെല്ലാം ആ വെള്ളത്തോട് കൂടിയിട്ട് ഇട്ട് കൊടുത്തു. പിന്നെ എൻ്റെ കയ്യിന് 2 പിടി, അതായത് ഒരു കയ്യിന് കേട്ടോ 2 പിടി അരി, ഞാനിപ്പോൾ കുത്തരി ഇട്ട് കൊടുത്തത്. നിങ്ങൾ ഏതരി, ഇപ്പോൾ കൈമാരിയോ എന്ത് അരി വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം. അതും ചേർത്ത് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും, ഒരു 2 വെളുത്തുള്ളി, 2 ചുവന്നുള്ളി അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഞാൻ 1/2 മണിക്കൂർ വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോഴത്തേക്ക് അത് വെന്ത് നല്ല സെറ്റായിട്ട് കിട്ടും. എന്നിട്ട് എയറെല്ലാം പോയതിന് ശേഷം തുറന്നു വെക്കും. അപ്പോഴത്തേക്ക് നമ്മളെ കഞ്ഞി റെഡിയാവും. അതിന് ഇനി പണിയൊന്നുമില്ല. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോളിഫ്ലവർ, ഇത് ഉപ്പാൻ്റെ കോളിഫ്ലവറാണ് കേട്ടോ, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേ. അപ്പോൾ അതും പച്ചമുളകും കൂടെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, ചോപ്പറിലിട്ടിട്ട്. ഇനി അതൊന്ന് ഉപ്പേരിയാക്കട്ടെ. വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചു, അതിട്ട് കൊടുക്കുക. ഒരു 5 മിനിറ്റ് വേകുമ്പോഴത്തേക്കും കോളിഫ്ലവറിൻ്റെ ഉപ്പേരി റെഡി ആയി കിട്ടും കേട്ടോ. ഒരുപാട് ടൈം ഇട്ടിട്ട് വേവിക്കരുത്, അപ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വെന്ത് കിട്ടും കേട്ടോ. പിന്നെ കുറച്ച് മുരിങ്ങയില ഉണ്ടായിരുന്നേ, നമ്മളെ മുരിങ്ങമരം വെട്ടിയിട്ട് നല്ല തളിര് വരുന്നേ ഉള്ളൂ. പക്ഷേ ഈ എന്താ പറയുക, പട്ട വീണിട്ട് ഒരു കൊമ്പ് ഒടിച്ചു പോയിട്ടോ. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ മുരിങ്ങയിലയാണ്. അപ്പോൾ അതതിൻ്റെ കൂടെ വേറെ തന്നെ വെക്കാനൊന്നുമില്ല, അപ്പോൾ അതതിൻ്റെ കൂടെ അങ്ങിട്ടിട്ട് മിക്സഡ് ഉപ്പേരിയാക്കി എടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് കൊടുത്തേ. ഇനിയൊന്ന് മിക്സ് ചെയ്ത് 5 മിനിറ്റ് കേട്ടോ. മുരിങ്ങയിലയും ഇളയ മുരിങ്ങയിലയാണ്, പിന്നെ മറ്റേതും നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ, ഒരു 5 മിനിറ്റ് മാത്രം മതിയാവും. അപ്പോൾ എൻ്റെ കഞ്ഞി ഞാൻ വിസിൽ വന്നതിന് ശേഷം നമ്മളെ വർക്കേരിയയിലെ ഗ്യാസിലേക്ക് വെച്ചു കേട്ടോ. ഇവിടെ എനിക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട്. പിന്നെ നമ്മളെ ഉപ്പേരി അപ്പോഴത്തേക്കും റെഡി ആയിട്ട് വന്നേ. അപ്പോൾ ഇത്രയും മതി. ഇനി ഇത് അടച്ച് മൂടുക പോലും ഇല്ല കേട്ടോ, കാര്യം ഓവർ കുക്കായ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാം റെഡിയായി കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കോളിഫ്ലവറും വെന്തു, അതുപോലെ തന്നെ മുരിങ്ങയിലയും വെന്ത് വന്നിട്ട്. ഇത് രണ്ടും ഒരുപാട് വെന്താൽ ഒരു ടേസ്റ്റും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മളെ കഞ്ഞി പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. കഞ്ഞി നമ്മൾ പല കഞ്ഞിയും ഉണ്ടാക്കാറുണ്ട് കേട്ടോ, പക്ഷെ ഞാൻ ഇപ്പോൾ ഇതാണ് ഉണ്ടാക്കിയതെന്ന് മാത്രം. പിന്നെ ഇത് നമ്മൾ പുലച്ചക്കത്തേക്ക് ഉണ്ടാക്കിയ കറിയാണ് കേട്ടോ, ബീഫ് കറിയാ, ഒരു കോമൺ കറി. ഞാനത് റെസിപ്പി ഒന്നും കാണിച്ചിട്ടില്ല, പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് എടുത്തതാണേ. ഇനി നമ്മളെ സ്നാക്കില്ലേ, അതായത് നമ്മളെ ബനാന റോള്,
അത് ഒരു 2 ടീസ്പൂൺ ഓയിലോ വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് ഓയിലൊന്നും ഒഴിക്കണ്ട കേട്ടോ. എന്നിട്ട് ആ എണ്ണയും പാനും ചൂടായതിന് ശേഷം നമ്മൾ ഓരോ റോളും അതിലേക്ക് വെച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ലോ ഫ്ലെയിമിൽ എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ച് കൊടുക്കുക. അതവിടെ കിടന്ന് റെഡിയായി വന്നോളും. കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരു ഭാഗം ഞാൻ കാണിച്ചു തരാം. ആ ഒരു ഗോൾഡൻ കളർ ആകുന്ന സമയത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോഴത്തേക്കും അത് റെഡിയായി വരും കേട്ടോ. ഇനി നമ്മൾ ആ ഒരു സോസില്ലേ, നമ്മളെ മോമോസിൻ്റെ സോസ്, അത് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് 1-2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ അരച്ച സോസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ടൊന്ന് വറ്റിച്ചെടുക്കണം ചെറുതായിട്ട്. അപ്പോഴത്തേക്ക് നമ്മളെ സ്നാക്ക് ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ. ഇതാ ഈ ഒരു കളർ കേട്ടോ. പുറം ഭാഗം കുക്കായി നല്ല ക്രിസ്പി, നമ്മളെ എണ്ണയിൽ ഫ്രൈ ചെയ്ത പോലെ ആയിട്ട് വരും കേട്ടോ. നിങ്ങൾക്ക് പിന്നെ എണ്ണയിൽ ഫ്രൈ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. ഇങ്ങനെ ചെയ്താൽ തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ ഇതാ അപ്പോഴത്തേക്ക് ഈ ഒരു കുറുകൽ മതി കേട്ടോ. ഇത്രയും മതി. ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ടായിരുന്നു നമ്മളെ സോസ്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. എരിവും കാര്യങ്ങളൊക്കെ നിങ്ങളെ പാകത്തിനാക്കിയിട്ട് എടുക്കുക കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വിനാഗിരി ചേർത്തിട്ടാണ് കേട്ടോ അരച്ചിട്ടുണ്ടായിരുന്നത് നമ്മളെ ആ ഒരു സോസ്. അതായത് തക്കാളിയും മുളകും എല്ലാം കൂടെ ചേർത്തിട്ട് അരക്കാൻ പറഞ്ഞില്ല. അരക്കുമ്പോൾ കുറച്ച് 1-2 ടീസ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ടുണ്ടായിരുന്നേ. അതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ആക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മളെ ഫുഡെല്ലാം ആയിട്ടുണ്ട്. ബാങ്ക് കൊടുക്കാനൊക്കെ ഏകദേശം സമയമായിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ഒരു 5 മിനിറ്റെങ്കിലും മറക്കാതെ ഖുറാനോത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രാർത്ഥിക്കുക അങ്ങനെയൊക്കെ ചെയ്യുക കേട്ടോ. മറന്നുപോകണ്ട, നമ്മൾ തിരക്കിലായി പോകരുത്. ഈ ഒരു സമയം ഒരു 5 മിനിറ്റ് നമുക്ക് എക്സ്ട്രാ ടൈം നമുക്ക് കിട്ടണം. അതിനനുസരിച്ച് നമ്മൾ കിച്ചണിലേക്ക് വന്നാലും മതി കേട്ടോ. കാര്യം ഭയങ്കര നല്ലതെന്ന് പറയാൻ എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും. നമ്മൾ വെറുതെ അല്ല, നമ്മൾ നോമ്പെടുത്തിട്ട് നമ്മൾ റബ്ബിനോട് ചോദിക്കുന്ന കാര്യമാണ് കേട്ടോ. അതാ പറഞ്ഞാൽ അതിന് പ്രതിഫലം തീർച്ചയായിട്ടും ഉണ്ട് എന്ന് പറയുന്നത്. റബ്ബ് നമുക്ക് തരാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും നമുക്ക് തന്നിരിക്കും, നമുക്ക് കിട്ടിയിരിക്കും. അതാണ് ഇപ്പോൾ എന്തായാലും, ഇപ്പോൾ രോഗമായാലും എന്തായാലും അത് അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് തന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് ആ രീതിയിൽ തന്നെ നമ്മൾ ദുആ ചെയ്യുക, ഖുർആൻ ഓതുക, അങ്ങനത്തെ കാര്യം, അല്ലെങ്കിൽ ദിക്ർ അല്ല അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സമയമില്ലെങ്കിൽ നമുക്ക് കിച്ചണിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമുക്കറിയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ചെല്ലലും കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ. ഞാൻ അങ്ങനെയും ചെയ്യലുണ്ട് കേട്ടോ. അതിനായിട്ട് ചിലപ്പം ഇരിക്കാൻ പറ്റില്ല, അപ്പോൾ അങ്ങനെയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാ ഇനി നമ്മളെ ഫുഡൊക്കെ ഒന്ന് ടേബിളിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ റഫീക്ക എത്തിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ എല്ലാ ദിവസവും വരെ ബാങ്ക് കൊടുക്കുന്ന ആ ഒരു കറക്റ്റ് ടൈമിനാണ് വരിക. 1 മിനിറ്റോ 2 മിനിറ്റോ ഉണ്ടാവുള്ളൂ കേട്ടോ. ആ ഒരു സമയത്താട്ടോ വരിക. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ എന്തായാലും എല്ലാം കൊണ്ടുവെക്കട്ടെ. ഇതാ നമ്മളെ ഫ്രൂട്ട് സലാഡും ഞാൻ എടുത്തു വെക്കാൻ മറന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ അതൊക്കെ ഒന്ന് മിക്സാക്കി. പാല് വേണമെങ്കിൽ, കാരണം ഒരുപാട് ടൈറ്റ് ആണെങ്കിൽ മാങ്ങയൊക്കെ ആകുമ്പോൾ ടൈറ്റ് ആവും. ടൈറ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ പാലോ ഒക്കെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റാട്ടോ. ഈ രീതിയിൽ ഹെൽത്തിയും ആണ്, എന്നാൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവുകയും ചെയ്യും കേട്ടോ. നമ്മൾ ഒരുപാട് മധുരം നമ്മളെ കഴിക്കാം നമുക്ക്, കാരണം നമ്മൾ വ്രതം എടുക്കുന്നതാണ്. നമ്മൾ വേറെ ഫുഡൊന്നും നമുക്ക് ഷുഗറൊന്നും വരുന്നില്ല. പക്ഷേ ചായയൊക്കെ കുറവാണെങ്കിൽ മധുരം നമ്മൾ നോക്കിയിട്ട് കുറച്ചൊക്കെ ആഡ് ചെയ്യുക. ഒരുപാട് ആവാണ്ടിരുന്നാൽ മതി കേട്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെ കഴിക്കുക. ഇപ്പോഴാട്ടോ ഓർത്തെ, നമ്മൾ നേരത്തെ ആ ഒരു നട്ട്സ് പൊടിച്ചപ്പോൾ കുറച്ച് ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഡ്രിങ്കിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അത് മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതവിടെ നിൽക്കുന്നത് കണ്ടപ്പോൾ വേഗം കൊണ്ടുവന്നിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ചിലർക്കെങ്കിലും തോന്നാം കേട്ടോ, നമ്മൾ കുറേ ഫുഡ് ഉണ്ടാക്കുന്നു, കുറേ സ്നാക്സൊക്കെ ഉണ്ടാക്കുന്നു, ഇതൊക്കെ കഴിച്ച് തീരുമോ എന്നുള്ളത് ഒരു കമൻറ്റെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ കാണലുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിക്കും, പിന്നെ റഫീഖ സ്റ്റേഷനിലേക്കൊക്കെ കൊണ്ടുപോകും കേട്ടോ. സ്റ്റേഷനിൽ ഇപ്പോൾ ദൂര സ്ഥലത്തു നിന്നൊക്കെ വന്നിട്ട് ഇവിടെ നിൽക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കും പിന്നെ അല്ലാത്ത നമ്മളെ മതസ്ഥർ അല്ലാത്തവർക്കാണെങ്കിലും നമ്മളെ സ്നാക്സും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടാവില്ലേ.
അപ്പം അങ്ങനെ എന്തായാലും ബാക്കിയുള്ളത് റഫീക്ക് അങ്ങനെ കൊണ്ടുപോകലുണ്ട് കേട്ടോ. കുറച്ച് എന്തായാലും നമുക്ക് എന്തായാലും ഉണ്ടാവും. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് കേട്ടോ, നമ്മൾ എന്തായാലും വേസ്റ്റാക്കി കളയൂല. അപ്പോൾ ഇതാ ബാങ്കൊക്കെ കൊടുത്തിട്ട് നമ്മൾ നോമ്പ് തുറക്കുകയാണ് കേട്ടോ. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. നമ്മളെ അടുത്ത നോമ്പും കൂടെ നമ്മളിതാ നല്ല റാഹത്തായി തന്നെ നോമ്പ് തുറന്നിട്ടുണ്ട്. എല്ലാവർക്കും എന്താ പറയുക, രോഗമുണ്ടെങ്കിൽ രോഗമുള്ളവർക്കും എല്ലാവർക്കും അതൊന്നുമില്ലാതെ നല്ല ആരോഗ്യത്തോടു കൂടിയിട്ട് റമദാനിലെ നമുക്ക് നോമ്പെടുക്കാനും ഒക്കെ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഈ ഒരു സമയത്ത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ദുആ ചെയ്യുക. ആരുടെ ദുആയാണ് പഠിച്ചവൻ സ്വീകരിക്കുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. പിന്നെ സന്തോഷമായിട്ടിരിക്കുക, അത് എപ്പോഴാണെങ്കിലും അതങ്ങനെ തന്നെ ആവണം കേട്ടോ. നല്ല ഹാപ്പി ആയിട്ട് തന്നെ ഇരിക്കുക എന്തുണ്ടെങ്കിലും. അപ്പോൾ നമ്മൾ നോമ്പ് തുറന്നതിന് ശേഷം തറാവി നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. റഫീഖ പള്ളിയിലേക്ക് പോയി. നമ്മൾ തൊട്ട് മുന്നത്തെ വീട്ടിൽ നിന്ന് നമ്മൾ കുറച്ച് പേര് കൂടി നിസ്കരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇതാ വന്ന് നമ്മൾ കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മളെ കഞ്ഞിയും ഉപ്പേരിയും അതുപോലെ തന്നെ നമ്മളെ നെല്ലിക്ക അച്ചാറില്ലേ, നെല്ലിക്ക അച്ചാറും പിന്നെ കാന്താരിയും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ, ഇങ്ങനെ കൂട്ടിയിട്ട് കഴിക്കാൻ അടിപൊളിയാണ്. വേറെ എന്തെങ്കിലുമൊക്കെ കഴിക്കുന്നതിനേക്കാളും നമുക്കിഷ്ടമാണ് കേട്ടോ ഈ കഞ്ഞിയും ഇങ്ങനത്തെ ഈ ഒരു കോമ്പിനേഷനിൽ കഴിക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ശരിക്കും കാന്താരിയും എല്ലാം വേണം, ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് കഴിക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ്. അപ്പോൾ ഇനി കൂടുതലൊന്നും പറയുന്നില്ല, നമ്മൾ കഞ്ഞി കുടിക്കട്ടെ കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു കാഷ്യൂനട്ട് ചേർത്തിട്ടുണ്ടാക്കിയ ഡ്രിങ്കില്ലേ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. അത് ഹെൽത്തിയാണ്, സൂപ്പർ ടേസ്റ്റ്. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തെ ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അതുപോലെ തന്നെയാണ് മോമോസും. നമ്മൾ ആ ഒരു സോസും കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ അറിയാലോ എല്ലാവർക്കും. അപ്പോൾ അത്രയും മോമോസ് ഒറ്റയ്ക്ക് കഴിക്കരുത് കേട്ടോ, നമുക്ക് ഇഷ്ടപ്പെടില്ല. പക്ഷെ ആ സോസ് കൂട്ടിയിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ടേസ്റ്റ് എല്ലാവർക്കും അറിയാൻ വേണ്ടി പറ്റുമായിരിക്കും, മോമോസ് ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ നമുക്ക് നോമ്പ് എടുത്തിട്ട് കഴിക്കാൻ ഒരു അടിപൊളി സ്നാക്ക് നമുക്ക് ഇഷ്ടപ്പെടും ആ ഒരു ടേസ്റ്റ് ആ ഒരു സമയത്തിട്ട്, അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മളെ ബനാന റോള് ക്രിസ്പിയാണ്, നല്ല ഈസി അല്ലേ. അപ്പോൾ എല്ലാവരും എല്ലാം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കാനും എന്തായാലും മറന്നു പോകണ്ട. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.